വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന് പ്രാഥമിക പരിശോധനയിൽ മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ. ശാരീരിക നില വിലയിരുത്താൻ പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു. മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ച് അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തും. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. ലഹരി പരിശോധനാ റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. ഉമ്മയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. കൊലപാതക ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നുണ്ട്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത്. അഞ്ജു, നാടിനെ നടുക്കിയ കൊലപാതക പരമ്പര, അതിലാണ് ഇന്നിപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുന്നത്. ഇപ്പോൾ നിലവിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രകാരം പ്രതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് പുറത്തു വരുന്നത്? അതുപോലെ പ്രതിയുടെ ഉമ്മയുടെയും ഒക്കെ ആരോഗ്യനില ഇപ്പോൾ ഏതു രീതിയിലാണ്? പ്രശ്നമില്ല, ആരോഗ്യനിലയിൽ പ്രശ്നമില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോകുലം മെഡിക്കൽ കോളേജിലാണ്. ഇവിടെയാണ് പ്രതിയുടെ ഉമ്മ ഷെമി ഉള്ളത്. വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇതിന് ആശുപത്രിയിൽ എത്തിയ സമയത്ത്. ഇപ്പോൾ പൂർണ്ണമായിട്ട് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് താടിയൽ ഉൾപ്പെടെ പൊട്ടിക്കിടക്കുന്നത് കൊണ്ട് ആഹാരം ഉൾപ്പെടെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അത് ട്യൂബ് വഴിയൊക്കെയാണ് കൊടുക്കുന്നത്. ജ്യൂസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉമ്മയ്ക്ക് കൊടുക്കുന്നതെന്നൊക്കെയാണ് ഡോക്ടർമാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ആ നിലയിൽ പറയുന്ന കാര്യങ്ങളിലൊക്കെ ചില വ്യക്തതക്കുറവൊക്കെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് മൊഴിയും രേഖപ്പെടുത്തുകയാണ്. പക്ഷേ ഇന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിലേക്ക് എത്തും. ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിയുടെ മൊഴി വിശദമായി തന്നെ ഇന്ന് രേഖപ്പെടുത്തി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കും. നമുക്കറിയാം, കൊലപാതകവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ എന്താണ് കാരണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തികഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഈ ഘട്ടത്തിലും. നിലവിൽ സാമ്പത്തിക പ്രശ്നം എന്നുള്ള കടബാധ്യത എന്ന പ്രശ്നത്തിൽ പ്രതി നൽകിയിട്ടുള്ള മൊഴിയിൽ തന്നെയാണ് നിലവിൽ അന്വേഷണം ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. ഇനി പ്രധാനമായും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയാണ് പോലീസ് ശേഖരിക്കുന്നത്. അതിനായിട്ട് പ്രതിയുടെയും ഒപ്പം തന്നെ ഈ പ്രതിയുടെ ഉമ്മയുടെ ഉൾപ്പെടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് ഫോറൻസിക് അത് കഴിഞ്ഞിട്ട്